വ്യാസന്റെ ജീവിത ദർശനം എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൻ്റെ ജീവിത ദർശനമാണ്. അത് ഹിന്ദു ജീവിത ദർശനമാണ്. പലപ്പോഴും നമ്മൾ സാഹിത്യത്തിലൊക്കെ കവിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ ഒക്കെ ജീവിത ദർശനം പഠിക്കാറുണ്ട്. ആ ജീവിത ദർശനം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ദർശനം, അതൊരു ജനതയുടെ ദർശനം ആയിട്ടല്ല പഠിക്കുന്നത്, ആ വ്യക്തിയുടെയാണ്. വ്യാസന്റെ ജീവിത ദർശനം നമ്മൾ നോക്കുമ്പോൾ അത് വ്യാസൻ എന്ന വ്യക്തിയുടെ ജീവിത ദർശനമല്ല, അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ജീവിത ദർശനമാണ്. വ്യാസൻ പറഞ്ഞതിൻ്റെ എല്ലാം ആധാരം സനാതനധർമ്മമാണ്. പക്ഷേ ഇന്നത്തെ ഭാരതം, ഇന്നത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലെയോ ആയിരത്താണ്ടുകളിലെയോ അല്ല, 10,000 ആണ്ടുകളായിട്ട് ഭാരതം ഈ സനാതനധർമ്മത്തെ വിസ്മരിച്ച് അതിൻ്റെ അർത്ഥബോധം നഷ്ടപ്പെട്ട് ആ സനാതനധർമ്മത്തിന് വെളിയിലാണ് ജീവിക്കുന്നത്. സനാതനധർമ്മം അല്ലാത്ത പലതിനെയും സനാതനധർമ്മമായിട്ട് മനസ്സിലാക്കി പരമമായ അധർമ്മത്തെ കൂടി ധർമ്മമായിട്ട് തെറ്റിദ്ധരിച്ച് സനാതനധർമ്മത്തെ സംബന്ധിച്ച് ധാരണ ഇല്ലാതെ ജീവിക്കുന്നു എന്നർത്ഥം. വാക്കിൽ ധർമ്മമുണ്ടാവും. ഏത് ഭാരതീയനോട് ചോദിച്ചാലും എന്താണ് ജീവിതത്തിന്റെ അടിസ്ഥാനമാവണമെന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും പറയും ധർമ്മവും ആധ്യാത്മികതയുമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമാവേണ്ടത്. ഈ വാക്കുകൾ പറയും. ഈ വാക്ക് പറയുമ്പോൾ പറയുന്ന ആളുടെ മനസ്സിലുള്ള അർത്ഥം എന്താണ്? ധർമ്മം എന്നൊരു വെറും വാക്കല്ല, ആധ്യാത്മികത എന്നൊരു വെറും വാക്കല്ല, അതൊരാശയമാണ്. ധർമ്മം എന്നത് ഒരാശയമാണ്, ആധ്യാത്മികതയും ഒരാശയമാണ്. ഈ വാക്ക് പറയുമ്പോൾ ആ ആശയം നമുക്ക് അനുഭവപ്പെടണം. പറയുന്ന ആൾക്ക് അനുഭവപ്പെട്ടാൽ കേൾക്കുന്ന ആൾക്കും അനുഭവപ്പെടും. കേൾക്കുന്നവരിൽ ആ അർത്ഥം സ്പന്ദിക്കും. അപ്പോൾ കേൾക്കുന്നവർക്കും ഇതിന് ശരിയായ ധാരണയുണ്ടാവും. ഇതാണോ ഇന്നത്തെ സ്ഥിതി? എന്നീ വാക്കുകൾ പറയുമ്പോൾ ആരുടെ ഉള്ളിലാണ് ഈ അർത്ഥം ഉള്ളത്? ആരുടെ ഉള്ളിലുമില്ല. അത് ഇന്നത്തെ ആളുകളുടെ കുറ്റമല്ല. 10,000 കൊല്ലം മുൻപ്, 30,000 40,000 കാലം മുതൽ ഇത് നഷ്ടപ്പെട്ടവരായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പൂർവികർ ജീവിച്ചു വരുന്നത്. അർത്ഥങ്ങളെല്ലാം മാറ്റി, അർത്ഥം പഠിക്കാതിരുന്നതല്ല അവരെ അർത്ഥം മാറ്റി പഠിപ്പിച്ചു. മാറ്റി പഠിപ്പിച്ച അർത്ഥം
ഗുരുവിന്റെ ഉപദേശമായതുകൊണ്ട് അത് ശരി തന്നെയായിരിക്കും എന്നവർ വിചാരിച്ചു, ഇന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ തലമുറകൾ, ആയിരക്കണക്കിന് തലമുറകൾ ഇങ്ങനെ ഗുരുപദേശം വഴി കിട്ടിയ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നു. ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളിൽ ജീവിക്കുന്നു. ജീവിതത്തെ വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി മനസ്സിനെയും ബുദ്ധിയെയും സനാതനധർമ്മത്തിൻ്റെ, സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് മാറ്റിവിടാൻ വേണ്ടി മനഃപൂർവം ആസൂത്രിതമായിട്ട് തയ്യാറാക്കിയ കപടവാദങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ, അപസങ്കല്പങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഭാരതം നിറഞ്ഞു. ഭാരതത്തിന് അന്തരീക്ഷം നിറയെ ഇവയാണ് കഴിഞ്ഞ 10,000 കൊല്ലമായിട്ടുള്ളത്. അതെന്നാണോ തുടങ്ങിയത്, അന്നാണ് ഭാരതം ഭാരതമല്ലാതെയായത്. നമുക്ക് ഭാരതത്തെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണം. അതിനിപ്പുറത്ത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. അത് ഭാരതമാവില്ല. ഭാരതമാകണമെങ്കിൽ ഭാരതമല്ലാതെ ആക്കിയ ആദ്യത്തെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് പരിഹാരം തുടങ്ങണം. ആ കാരണത്തെ ഇല്ലായ്മ ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങനെ 2, 3, 4 തുടർച്ചയായിട്ട് വന്ന് എല്ലാ കാരണങ്ങളെയും ഇല്ലായ്മ ചെയ്യണം. അപ്പോഴേ ഭാരതം വീണ്ടും ഭാരതമാവുള്ളൂ. അത്തരമൊരു രാഷ്ട്ര പുനർനിർമ്മാണം ഭാരതീയ സംസ്കൃതിയുടെ പുനരചന, ഇത് ആണ് ഭാരതത്തിൽ നവോത്ഥാനം ആവുന്നത്. വേറെ ഒന്നുകൊണ്ടും നമുക്ക് നവോത്ഥാനം ഉണ്ടാവില്ല. ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള യഥാർത്ഥമായ ജീവിതം ഈ 10,000 കൊല്ലം മുൻപ് നശിപ്പിച്ചു കളഞ്ഞ ധാരണകൾ വീണ്ടെടുക്കാൻ നടന്ന പരിശ്രമങ്ങളിൽ ഒന്നാണ് വ്യാസന്റെ കവിതാസപര്യ. വ്യാസൻ മഹാഭാരതം എഴുതിയത് കുരുക്കളുടെയും പാണ്ഡവന്മാരുടെയും കഥ പറയാനല്ല. അത് കഥയായിരിക്കാം, അത് ചരിത്രമായിരിക്കാം. ഇതിഹാസത്തിൽ രണ്ടുമുണ്ട്. പുരാവൃത്തം, കഥായുക്തം എന്നാണ് തന്നെ നിർവചനം തന്നെ പറയാം. പുരാണങ്ങളും കഥകളും ഉള്ളതാണ്. ഈ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും കഥ വ്യാസൻ കൽപ്പിച്ച കഥയാണോ, അതോ അത് ഭാരതത്തിൽ സംഭവിച്ച ചരിത്രമാണോ? അതിനെപ്പറ്റി നമുക്ക് തൽക്കാലം ചിന്തിക്കണ്ട. നമ്മുടെ വിഷയം അതല്ലല്ലോ. ചിന്തിക്കേണ്ട വിഷയമാണത്, പക്ഷെ തൽക്കാലം ചിന്തിക്കണ്ട. മഹാഭാരതത്തിൽ വ്യാസൻ എന്താണ് ശരിയായ സനാതനധർമ്മം, എന്താണ് യഥാർത്ഥമായ ആധ്യാത്മികത, അതെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അത് ജീവിച്ചവരുടെ മാതൃകകൾ കാണിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് ആധ്യാത്മികത, ഇതാണ് സനാതനധർമ്മം, വേറെ ഒന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടി പലപ്പോഴും ഇതിൻ്റെ കൂടെ ആധ്യാത്മികത അല്ലാത്തത്,
സനാതനധർമ്മം അല്ലാത്തത് ജീവിക്കുന്ന ആളുകളെയും കൂട്ടിച്ചേർത്താണ് ഈ മാതൃകാ പുരുഷന്മാരുടെ ജീവിതത്തെ വ്യാസൻ രചിച്ചിരിക്കുന്നത്. ധർമ്മമാണ് ജീവിതത്തിന്റെ ആധാരം. ധർമാദർത്ഥശ്ച കാമശ്ച എന്ന് പറഞ്ഞ വ്യാസൻ. ധർമ്മത്തിൽ നിന്ന് അർത്ഥവും കാമവും ഉണ്ടാകും. അർത്ഥവും കാമവും നേടാൻ അധർമ്മത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സനാതന ധർമ്മം ജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർത്ഥകാമങ്ങൾ നേടാം. അർത്ഥകാമങ്ങൾ നേടാനുള്ള കൗശലം സനാതന ധർമ്മത്തിന് പുറത്തെങ്ങുമല്ല ഉള്ളത്. അത് സനാതന ധർമ്മത്തിന് അകത്ത് തന്നെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കണമെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. സനാതന ധർമ്മം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെ പരസ്പരം ഇഴുകിച്ചേർന്ന് ഒന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിച്ച് പരസ്പരം ഇങ്ങനെ പ്രവേശിച്ച് ഇത് രണ്ടും ഒന്നായി തീർന്ന് സനാതന ധർമ്മം നിങ്ങളുടെ ബുദ്ധിയാവണം, സനാതന ധർമ്മം നിങ്ങളുടെ മനസ്സാവണം, സനാതന ധർമ്മം നിങ്ങളുടെ ചിത്തമാവണം. അപ്പോൾ നിങ്ങളുടെ അഹംബുദ്ധിയും നിങ്ങളുടെ അഹങ്കാരവും സനാതനധർമ്മം തന്നെയായിരിക്കും. അങ്ങനെയായിട്ട് നിങ്ങളൊന്നും നോക്കൂ. സനാതനധർമ്മം കൊണ്ട് ധനികനാവാൻ സാധിക്കുമോ? സനാതനധർമ്മത്തിൽ കൂടി അധികാരം നേടാൻ കഴിയുമോ? സനാതന ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സമ്പാദിക്കാൻ പറ്റുമോ? ഇതിങ്ങനെ ഇരുന്ന് നോക്കിയാലേ കാണും. അങ്ങനെ കാണാത്തവർ വിചാരിക്കുന്നു ഈ അർത്ഥകാമങ്ങൾ നേടാൻ ധർമ്മം ലംഘിക്കേണ്ടി വരും, അധർമ്മം ചെയ്യേണ്ടി വരും, അസത്യം പറയേണ്ടി വരും. അപ്പൊ സത്യം വധ ധർമ്മം ചെറ എന്നൊക്കെ പറഞ്ഞാലും അത് ജീവിതത്തിൽ അത്ര പ്രായോഗികമല്ല എന്ന് തോന്നും. ഈ സത്യവും ധർമ്മവും എന്താണ് എന്ന് യഥാതഥമായിട്ട് അവിപരീതമായിട്ട് അതതിൻ്റെ ശരിയായ സ്വരൂപത്തിൽ മനസ്സിലാക്കാത്തവർക്ക് അവരെ തത്വബോധത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള മാർഗമായിട്ടാണ് പൗരാണിക കവികള് ഈ രചനകളെല്ലാം നടത്തിയിട്ടുള്ളത്. അതിന് മായം ചേർന്നിട്ടുണ്ടാവും. ഉപനിഷത്തിൽ ചേർത്തതുപോലെ മായം അതിനും ചേർത്തിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു സാഹിത്യം ഇത് ഉപനിഷത്ത് പോലെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ കൂടി വശത്താക്കേണ്ടതല്ല. ഒരു വായനയ്ക്കും കൂടി കിട്ടുമ്പോൾ ഇതെന്താ പറഞ്ഞേക്കണമെന്ന്. അപ്പോൾ സാധാരണക്കാര് ഇങ്ങനെ ഇടവേളകളിൽ തിരക്കിൽ നിന്ന് ഒഴിവ് കിട്ടുന്ന സമയത്ത് അല്പാൽപമായിട്ട് വായിച്ച് ഇത് മുഴുവനും ഉൾക്കൊള്ളും. അപ്പോൾ അവർ ആര്യ കാപട്യത്തിൽ നിന്ന് പുറത്തു ചാടും. അവർ മതത്തിന്റെ മതിൽ പൊളിക്കും. അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ചവിട്ടി മെതിച്ച് അവർ യഥാർത്ഥ സനാതന ധർമ്മത്തിന്റെ വഴിക്ക് പോവും, സത്യത്തിന്റെ വഴിക്ക് പോവും, ശരിയായ ആധ്യാത്മികതയുടെ വഴിക്ക് പോവും. അതുകൊണ്ട് ഈ സാഹിത്യത്തെ വെറുതെ വിടാൻ പാടില്ല. ഇതിലും നമുക്ക് വിഷം കലർത്തണം. നമ്മുടെ വിഷം ചേരാത്ത ഒന്നും ഭാരതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ആര്യന്മാരുടെ വ്രതം. അപ്പൊ അതിലും മായം ചേർന്നുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഉപനിഷത്ത് പോലെ തന്നെ വായിച്ച് ഇങ്ങനെ പോകുമ്പോ ഈ വിഷം നമുക്ക് അവിടെ കാണാം. കണ്ട ഉടനെ മനസ്സിലാവും ഇത് വിഷമാണ്. വ്യാസൻ ഇങ്ങനെ പറയില്ല എന്ന്. വ്യാസൻ എന്ത് പറയില്ല എന്ന് നമുക്ക് കുറെ പഠിച്ചു കഴിയുമ്പോൾ അറിയാലോ. അത് കഴിയുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും വ്യാസൻ ഇങ്ങനെ പറയില്ല, ഇത് കൂട്ടിച്ചേർത്തതാണ്. കാരണം വ്യാസൻ പറയുന്ന മൂലതത്വങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്നത്. ആ വിരുദ്ധം ചേർക്കലാണല്ലോ വിഷം എന്ന് പറഞ്ഞത്. വിരുദ്ധം അല്ലെങ്കിൽ പിന്നെ അവിടെ ചേർത്തിട്ട് കാര്യമില്ലല്ലോ.
അപ്പൊ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇതിഹാസങ്ങൾ പഠിക്കുമ്പോഴും ഈ മായം എന്നതിന് കരുതലോടുകൂടി വേണം അത് പഠിക്കാം. പറഞ്ഞു വന്നത് ഈ രചനയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ്. ഉപനിഷത്ത് പോലെ വലിയ പ്രതിഭയും ഏകാഗ്രതയും മനനശക്തിയും അപാരമായ യുക്തിബോധവും ഒന്നുമില്ലാതെ വായിച്ച് പഠിക്കാനും സ്വാംശീകരിക്കാനും ജീവിക്കാനും കഴിയുന്ന വിധത്തിൽ ഈ ജീവിത ദർശനത്തെ എഴുതി വയ്ക്കുകയാണ് അവരൊക്കെ ചെയ്തത്. അത് അഗ്രിമസ്ഥാനത്തുള്ളതാണ് മഹാഭാരതം. കാരണം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും വരച്ചു കാട്ടി അങ്ങനത്തെ ഓരോ സന്ദർഭത്തിലും ശരിയായ സനാതന ധർമ്മം ജീവിച്ച് വിജയം വരിച്ചവരുടെ ചരിത്രം അല്ലെങ്കിൽ കഥ. അതിനെതിരായിട്ട് അത്തരം സന്ദർഭങ്ങളിൽ സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചവരുടെ കഥ. ധർമ്മത്തിനും ആധ്യാത്മികതയ്ക്കും സത്യത്തിനും എതിരായിട്ട് പ്രവർത്തിച്ചവരുടെ ജീവിതവും. ഈ വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിച്ചു. ആ വൈരുദ്ധ്യം കൂടി കാണുമ്പോൾ നമുക്ക് മറ്റേത് വളരെ എളുപ്പം മനസ്സിലാവും. ഒരു പക്ഷം മനസ്സിലാവാൻ ഏറ്റവും എളുപ്പം എന്താ, അതിൻ്റെ എതിർപക്ഷവും കൂടി അറിയാലോ. അങ്ങനെ വ്യാസന്റെ തൂലികയിൽ കൂടി പിരിഞ്ഞ ഈ 1.25 ലക്ഷം ശ്ലോകങ്ങൾ അതിൻ്റെ ഒക്കെ അന്തസത്ത ഭാരതീയ ജീവിത ദർശനമാണ് സനാതന ധർമ്മം. ഇതിൻ്റെ എല്ലാം ഉദാഹരണം പറയാം. എന്താണ് ശരിയായ ആധ്യാത്മികതയും ധർമ്മവും, എന്താണ് ശരിയല്ലാത്തത് നമുക്ക് മനസ്സിലാവും. ഇത് ഓരോ കഥ അല്ലെങ്കിൽ ചരിത്രാംശം അതേതാണെന്നുള്ള തീരുമാനം പലപ്പോഴും വരുത്താൻ ബുദ്ധിമുട്ടാണ്. അത് വരട്ടെ, വരാതിരിക്കട്ടെ. പക്ഷെ ഈ ചെയ്തിരിക്കുന്ന പ്രതിപാദനം കൊണ്ട് നമ്മുടെ ബോധം തെളിയുന്നു, നമ്മുടെ ബുദ്ധി തെളിയുന്നു, നമ്മുടെ മനസ്സ് തെളിയുന്നു, നമുക്ക് വിജ്ഞാനവും വിവേകവും കൈവരുന്നു. നമ്മൾ സനാതന ധർമ്മം ജീവിക്കാൻ വേണ്ട ശക്തി കൈവരിക്കുന്നു. ഇതാണ് പ്രധാനം. വായനക്കാരനതാണല്ലോ പ്രതീക്ഷിക്കുന്നത്, തൻ്റെ വികാസം, ആത്മവികാസം അല്ലെങ്കിൽ ആത്മോത്ക്രാന്തി. ഇങ്ങനെ ആത്മോത്ക്രാന്തിക്കുള്ള കാരണമായിട്ട് തീരുന്നു വ്യാസനെ പോലെയുള്ള കവികളുടെ കാവ്യങ്ങൾ. അപ്പോൾ ആ ഭാരതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉപാഖ്യാനമാണ് വ്യാധഗീത. വ്യാധൻ പറയുന്ന ഗീത. ഗീത എന്നത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ശബ്ദമാണ്. പാടുക എന്നർത്ഥമുള്ള ഗീ ധാതുവിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. പാടിയത് എന്നർത്ഥത്തിലാണ്. ഗാനം ചെയ്യപ്പെട്ടത്. ഗാനം ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിൽ ഗീതം എന്ന നപുംസകമായിട്ടാണ് പദം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് എല്ലായിടത്തും പ്രയോഗം. ഈ ഗീതം എന്ന നപുംസക ശബ്ദത്തെ സ്ത്രീത്വം കൽപ്പിച്ച് അതില് നീപ്പ് എന്ന് പറയുന്ന സ്ത്രീത്വ പ്രത്യയം ചേർത്ത് ടാപ്പ് പറയും. അത് സ്ത്രീയാക്കാണ് ഗീത എന്ന്. ഗീതം എന്നാണ് പദം. ഗീതത്തെ കൃത്രിമമായിട്ട് സ്ത്രീത്വം കൽപ്പിച്ച് ഗീത എന്ന് ആക്കണം. ഇത് അതിന്റെ ഉദ്ദേശം ഉണ്ടായിരിക്കാം. അതിലേക്ക് നമുക്ക് കിടക്കണ്ട. അങ്ങനെ ഒരുപാട് ഗീതകൾ മഹാഭാരതത്തിലുണ്ട്. അതിലൊന്നാണ് ഭഗവത്ഗീത.
വ്യാധഗീത, വ്യാധൻ എന്ന് പറഞ്ഞാൽ അറവുകാരനാണ്. മൃഗങ്ങളെ വെട്ടി മാംസം വിറ്റ് ജീവിക്കുന്ന ആള്. അയാളുടെ ഗീത അയാൾ ഉപദേശിക്കുന്നതാണ്. ആർക്കാ ഉപദേശിക്കണം? അയാൾ ഉപദേശിക്കുന്നത് മഹാതപസ്വിയായ ഒരു ബ്രാഹ്മണനാണ്. ഈ ബ്രാഹ്മണനെയും ഈ വ്യാധനെയും കൂടി ഒരു ചട്ടക്കൂട്ടിൽ കൊണ്ടുവന്ന് അതിൽ മൂന്നാമതായിട്ട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, പരിഷ്കാരമില്ലാത്ത ഒരു നാടൻ വീട്ടമ്മയെയും കൊണ്ടുവന്നു മൂന്നാമതായിട്ട്. ഈ ബ്രാഹ്മണൻ കാട്ടിൽ ഘോരമായ വനത്തിൽ പോയിരുന്ന് തപസ് ചെയ്യും. തപസ്സാണ് ശക്തി ഉണ്ടാക്കാനുള്ള വഴി എന്നാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ തപസ് ചെയ്ത് അപാരമായ ശക്തി സമ്പാദിച്ചു. ഒരു ദിവസം ഞാൻ കാട്ടിലൊരു മരത്തിന്റെ ചോട്ടില് ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുക. ആ സമയത്ത് മരത്തിന്റെ കൊമ്പിൽ ഒരു കൊക്കിരിക്കണ്ടായിരുന്നു. കൊക്ക് ഇദ്ദേഹത്തിന്റെ തലയിൽ കാഷ്ടിച്ചു. ഇദ്ദേഹത്തിന് ഭയങ്കരമായുള്ള കോപം വന്നു. കോപം വന്ന് ജ്വലിക്കുന്ന കണ്ണുകൊണ്ട് അദ്ദേഹം ആ കൊക്കിനെ നോക്കി. ഒറ്റ നോട്ടത്തിന് ആ കൊക്ക് ചത്ത് താഴെ വീണു. അവൻ മനസ്സിലായതിന്റെ തപസ്സിന്റെ ശക്തി എന്താണ്. ഒരു നോട്ടം കൊണ്ട് കൊക്ക് ചത്തു. അത് കഴിഞ്ഞത് എണീറ്റ് പതിവ് പോലെ ഭിക്ഷ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു. വഴി മുമ്പ് ചെന്നിട്ട് ഭിക്ഷ ചോദിക്കും, ഭവതി ഭിക്ഷാന്തേഹി എന്ന്. ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമ്മമാരുടെ കയ്യിലാണല്ലോ ഇതൊക്കെ ഇരിക്കുക, ഭക്ഷണമൊക്കെ. അപ്പൊ ഭവതി എന്നാണ് ഭിക്ഷ തരൂ. ആരും വരില്ല, എനക്കില്ല. പിന്നെയും വിളിച്ചു, കുറച്ചും കൂടെ ഉറക്കെ, ഭവതി ഭിക്ഷാന്തേഹി. അപ്പോഴും എനക്കില്ല. മൂന്നാം തവണ വിളിച്ചു. അപ്പൊ കുറച്ചും കൂടെ വെച്ചത്തിൽ പറഞ്ഞു. 3 തവണ വിളിച്ചിട്ടും ആരും വരില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കോപം ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെ കോപിച്ച് നിൽക്കുമ്പോ ആ വീട്ടിലെ അമ്മ പുറത്തേക്ക് വന്നു. പുറത്തു വന്നപ്പോ ജ്വലിക്കുന്ന കണ്ണുകൊണ്ടൊന്നും നോക്കിയ കൊക്കിനെ നോക്കിയതുപോലെ. അമ്മ പറഞ്ഞു, ഞാൻ കൊക്കല്ലാട്ടോ. ഞെട്ടിപ്പോയി. ഞാൻ കൊക്കിനെ നോക്കി കൊന്നത് ഈ സ്ത്രീ എങ്ങനെ പറഞ്ഞു? ഈ നാട്ടിൻപുറത്തുകാരി, ഒരു വിവരമില്ലാത്തൊരു സ്ത്രീ. എന്നിട്ട് ഭിക്ഷ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് ജ്ഞാനം ഉണ്ടായിട്ടില്ല. അസാരം തപസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ജ്ഞാനം ഉണ്ടായിട്ടില്ല. അങ്ങക്ക് പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ മിഥിലയില് ധർമ്മവ്യാധൻ എന്നൊരാളുണ്ട്.
ധർമ്മം ജീവിക്കുന്ന ഒരു ഇറച്ചി വെട്ടുകാരൻ. ആ ധർമ്മം വ്യാധന്റെ അടുത്ത് ചെല്ലൂ. എന്താ സ്ത്രീ പറഞ്ഞു, ഞാനിവിടെ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കരുത്, ഞാൻ ഗൃഹസ്ഥയാണ്. ഗൃഹസ്ഥയുടെ ധർമ്മം എന്താണ്? പ്രാഥമികമായിട്ടുള്ള ധർമ്മം ഭർത്താവിനെയും മക്കളെയും പരിപാലിക്കലാണ്. അതിഥി ദേവനാവണം എന്നൊക്കെ പറയും. പക്ഷെ അവശനായിട്ട് കിടക്കുന്ന ഭർത്താവിനെ വിട്ടിട്ട് അതിഥിയെ നോക്കാൻ പോകാൻ പറ്റുമോ? മുല കുടിക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ഈ സ്ത്രീ സ്ഥാനത്ത് ചെറുപ്പക്കാരിയാണ്, അവർക്ക് മുല കുടിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് അതിഥി സൽക്കരിക്കാൻ പോകാൻ പറ്റില്ല. ആ കുട്ടി കരഞ്ഞ് വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടിയെ ശാന്തനാക്കിയിട്ട് അതിഥി എടുത്ത് പോകാന്ന് വിചാരിക്കലുള്ളൂ. ഇതാണ് സ്വഭാവം. അപ്പൊ എനിക്കിവിടെ എൻ്റെ ധർമ്മം നിർവഹിക്കാൻ, എൻ്റെ സ്വധർമ്മം നിർവഹിക്കാനുണ്ടായിരുന്നു. ഒരു പത്നിയുടെ സ്വധർമ്മം, കുടുംബിനിയുടെ സ്വധർമ്മം, ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പരിചരിച്ചു, അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഉടനെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഞാൻ താമസിച്ചിട്ടില്ല. അപ്പോഴേക്കും അങ്ങേക്ക് കലി വന്നു. എൻ്റെ ഭാഗത്ത് ഒരപരാധവും ഇല്ല. ഞാൻ എൻ്റെ കൃത്യം ചെയ്തു, ഞാൻ എൻ്റെ സ്വധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അങ്ങ് മിഥിലയിൽ പോകും, ആ വ്യാധനെ കാണും. അദ്ദേഹം അങ്ങക്ക് വേണ്ടതെല്ലാം പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ബ്രാഹ്മണൻ മിഥിലയിലേക്ക് പുറപ്പെട്ടു. മിഥില നഗരത്തില് രാജവീതിയെ കൂടി ഇങ്ങനെ നടന്നു. എവിടെയാണ് ധർമ്മവ്യാധം ചോദിച്ചാൽ അതിങ്ങനെ ഇനി കുറേ പോകണം, ഇന്ന വഴിക്ക് പോയാൽ മതി എന്നൊക്കെ അവളോട് ചോദിച്ച് അങ്ങനെ പോയി. ക്രമേണ വഴികളൊക്കെ ഇടുങ്ങിയതായി, വൃത്തിയാക്കാത്ത വഴികളായി, അഴുക്ക് പിടിച്ച വഴിയായി. കുറെ കഴിഞ്ഞപ്പോ ദുർഗന്ധം നിറഞ്ഞ വഴിയായി. മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും ഒക്കെ ദുർഗന്ധം. അവിടെ ചെന്ന് ചോദിച്ചു, എവിടെയാണ് ധർമ്മവ്യാധൻ? ഒരാൾ ചൂണ്ടിക്കാണിച്ചു, ഇറച്ചിക്കട കണ്ടോ? കണ്ടു. അവിടെയാണ് ധർമ്മവ്യാധൻ. കടയുടെ നേരെ നടന്നു. കടയുടെ നേരെ നടന്നു. അവിടെ ചെന്നു. അവിടെ ഇറച്ചി വെട്ടുന്ന ആളിരിക്കുന്നുണ്ട്. അതിന്റെ മുമ്പിൽ ചെന്നു. തന്നെയായിരിക്കും വ്യാധൻ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് മുമ്പിൽ പോയി നിന്നു. വ്യാധനത്തെ നോക്കി എഴുന്നേറ്റ് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ആ അമ്മ പറഞ്ഞു വിട്ടതല്ലേ? രണ്ടാമത്തെ അത്ഭുതം, ഈ അമ്മ തന്നെ പറഞ്ഞയച്ചത് ആണെന്ന് ഈ വ്യാധൻ മനസ്സിലാക്കിയിരിക്കും. താൻ കൊക്കിനെ കൊന്ന വിവരം ആ കുടുംബിനി അറിഞ്ഞു. അവരാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ഈ വ്യാധനും അറിഞ്ഞിരിക്കുന്നു. പറഞ്ഞു, അദ്ദേഹത്തെ അവിടെ സൽക്കരിച്ചിരുത്തിയ കടയിൽ തന്നെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, കുറച്ചും കൂടി ജോലിയുണ്ട് എനിക്ക്, ഇത് മുഴുവനും വിറ്റ് തീർന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ഉപജീവനം. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരൊക്കെ പുലർത്തുന്നത് ഇതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാം, അവിടെ വെച്ച് സംസാരിക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇറച്ചിയൊക്കെ വിറ്റ് തീർന്നു.
വ്യാധനത്തെ വിളിച്ചുകൊണ്ട് പോയി. പോയിട്ട് വീടിൻ്റെ ഉമ്മർത്ത് അദ്ദേഹത്തെ അതുപോലെ ഇരുത്തിയിട്ട് വ്യാധൻ അകത്ത് പോയി. അദ്ദേഹത്തിന് വീണ്ടും ഏകാന്തത. അത് അകത്ത് പോയ ആളെ കാണാനില്ല. എങ്ങനെ ക്ഷമ നശിച്ചു. അദ്ദേഹത്തിന് വീണ്ടും കോപം ചൊലിക്കാൻ തുടങ്ങി. എന്താ എന്നോട് ഈ അവഗണന? കടയിലെ കുറെ ഇരുത്തി, ഇനിയിപ്പോൾ അതാ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കണം. ഇയാളെ എങ്ങോട്ട് പോയി എന്നോട് ഇരുത്തിട്ട്? കുറെ സമയം കഴിഞ്ഞപ്പോൾ വ്യാധൻ അകത്തുനിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ. അവർക്ക് രണ്ടുപേർക്കും വാർദ്ധക്യ കാലമാണ്. അവരെ നോക്കാൻ ഞാനേ ഉള്ളൂ. അവരുടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ. അതിലേർപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് വ്യാധൻ വന്നു. ബ്രാഹ്മണനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ സംശയങ്ങളും തീരാൻ വേണ്ട വിവരങ്ങള് ഈ വ്യാധൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ തപസ്വിയായ ബ്രാഹ്മണൻ, ഗർവിഷ്ഠനായ, എനിക്കെല്ലാം അറിയാം, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഈ ബ്രാഹ്മണൻ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് നിന്ന് അറിയേണ്ടത് അറിഞ്ഞു. അറിയേണ്ടാത്ത പലതും മുമ്പേ അറിഞ്ഞിട്ടുണ്ടാവും. അറിയേണ്ടത് അറിഞ്ഞത് ഈ ധർമ്മവ്യാധന്റെ അടുത്ത് വന്നപ്പോഴാണ്. അങ്ങനെ അദ്ദേഹം കൃതാർത്ഥനായിട്ട് തിരിച്ചുപോയി. പിന്നെ അഹങ്കാരം ഉണ്ടായിട്ടില്ല, പിന്നെ ഈ കോപം വന്നിട്ടില്ല. അതൊക്കെ അതോടുകൂടി നശിച്ചു, പാകപ്പെട്ടു. യഥാർത്ഥ ജ്ഞാനിയുടെ അടുത്ത് പോയിരുന്നാലേ മനുഷ്യന് പക്വത വരുള്ളൂ, വിവേകം വരുള്ളൂ. വിപരീത ജ്ഞാനം വിളമ്പുന്നവരുടെ അടുത്ത് പോയിരുന്നിട്ട് കാര്യമില്ല. അതാണ് അധികം കിട്ടുക. എവിടെ പോയാലും കിട്ടും അത്. യഥാർത്ഥ ജ്ഞാനം കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് പറയുന്നവര് ചുരുങ്ങും, കേൾക്കുന്നവരും ചുരുങ്ങും. പക്ഷെ അത് കിട്ടിയെങ്കിൽ മാത്രമേ പുരുഷാർത്ഥം, സുഖം ഉണ്ടാവുള്ളൂ. ഈ ധർമ്മം, ആധ്യാത്മികത എന്നൊക്കെ പറയുന്നത് വെറും വാക്കായിരുന്നാൽ അതിന്റെ ആശയം എന്താണെന്ന് അറിയണ്ടേ? ഇവിടെ ഈ വ്യാധനും ബ്രാഹ്മണനും അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമാണെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന ഈ കുടുംബിനിയും, ഈ ധർമ്മവ്യാധനും ഈ കുടുംബിനിയും സനാതന ധർമ്മം ജീവിക്കുന്നവരാണ്, ആധ്യാത്മികത ജീവിക്കുന്നവരാണ്, പറഞ്ഞു നടക്കുന്നവരല്ല. അവർ ജീവിച്ചു കാണിക്കുന്നു. അവരെന്താണോ ജീവിക്കുന്നത് അതാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്. സനാതനധർമ്മം ഇന്നതാണ് എന്ന് ധർമ്മവ്യാധൻ പറയുമ്പോൾ താൻ ജീവിച്ച സനാതനധർമ്മമാണ് പറഞ്ഞത്, കേട്ടുപഠിച്ച സനാതനധർമ്മമല്ല. ഇതാണ് ധർമ്മമെന്ന് ആ കുടുംബിനി പറയുമ്പോൾ അവർ പറഞ്ഞ അവർ ജീവിച്ച ധർമ്മമാണ്. അവർക്ക് ആ ധർമ്മം കേട്ട് കഴിയല്ല. ഇങ്ങനെ ഇതെല്ലാം എന്താണ് എന്ന് നേരായിട്ട് അറിഞ്ഞ് അത് ജീവിച്ച് അതിൽ കൂടി വളർന്നു വന്ന ആളുകൾ, അതിൽ കൂടി ആത്മോത്ക്രാന്തി സാധിച്ച സ്ത്രീ പുരുഷന്മാർ, ഇവരുടെ മാതൃകകൾ വ്യാസൻ ഇങ്ങനെ നിരത്തി വയ്ക്കും. ധാരാളം മാതൃകകളുണ്ട്. അതിൽ ഒന്നാണ്
എല്ലാ ഉപാഖ്യാനങ്ങളും ഇതുപോലത്തെ മാതൃകയാണ്. ഇനി ധർമ്മവ്യാധനിൽ കൂടി പഠിപ്പിക്കുന്നു, ഔപചാരികമായ വിദ്യാഭ്യാസമല്ല നിങ്ങളെ ജ്ഞാനിയാകുന്നത്. 12 കൊല്ലം 24 കൊല്ലമൊക്കെ ഗുരുകുലവാസം ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ധർമ്മവ്യാധനും ഈ കുടുംബിനിയും ഒരു ഗുരുകുലവാസവും ചെയ്തിട്ടില്ല. ഈ സനാതനധർമ്മം എന്താണെന്നറിയാൻ, ആധ്യാത്മികത എന്താണെന്നറിയാൻ, അതെങ്ങനെ ജീവിക്കണമെന്നറിയാൻ 12 കൊല്ലം ഗുരുകുലവാസം ചെയ്യേണ്ട ആവശ്യമില്ല. 12 മിനിറ്റ് കൊണ്ട് പഠിക്കാം. അത് ജീവിക്കണം എന്ന വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ. അല്ലാതെ ഈ വാക്യങ്ങൾ വ്യാഖ്യാനിച്ച് കാണിക്കുന്ന കൗശലമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിന് നല്ല അഭ്യാസം വേണ്ടി വരും. അത് 12 കൊല്ലമൊക്കെ പഠിക്കേണ്ടി വരും. ശാസ്ത്രവ്യാഖ്യാന കൗശലം എന്ന് പറയാം. ഈ വ്യാഖ്യാന കൗശലം കൊണ്ട് ഉത്ക്രാന്തി ഉണ്ടാകുന്നില്ല. വ്യാഖ്യാന കൗശലം നല്ലതാണ്, ശ്ലാഘനീയമായിട്ടുള്ള ഗുണമാണ്. ശാസ്ത്രം മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുന്നത് വളരെ ഏറ്റവും പുണ്യമാണ്. പക്ഷെ ജീവിക്കാതെ പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? താൻ ജീവിക്കുന്ന തത്വങ്ങൾ വേണ്ട പറയാൻ, താൻ ജീവിക്കുന്ന മൂല്യങ്ങൾ വേണ്ട പറയാൻ. അല്ലാതെ പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ജീവിക്കാത്തവർക്ക് പറയാൻ എന്താണ് അധികാരം? അനുഭവമാണ് ജ്ഞാനമെന്നാണ് ഭാരതത്തിന്റെ സിദ്ധാന്തം. കേട്ടത് ഓർത്തു വെച്ചാൽ അത് അറിവായില്ല. അനുഭവിക്കണം, സാക്ഷാത്കരിക്കണം, റിയലൈസ് ചെയ്യാം, അനുഭൂതി ഉണ്ടാവണം, മാനസ പ്രത്യക്ഷം ഉണ്ടാവണം. മനസ്സുകൊണ്ട് കാണണം ജ്ഞാനത്തെ, തത്വത്തെ. അങ്ങനെ മനസ്സുകൊണ്ട് കണ്ടറിഞ്ഞത്, അനുഭവിച്ചറിഞ്ഞത് മാത്രമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അങ്ങനെ അറിഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞ് അത് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവര് പ്രാചീന സമൂഹത്തിൽ വ്യാസനെ പെറുകിയെടുക്കാൻ കിട്ടിയ ഉദാഹരണങ്ങൾ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആ വീട്ടമ്മയും ഈ ഇറച്ചി വെട്ടുകാരനുമൊക്കെയാണ്. അവര് ആ വിഭാഗത്തിൽ അപൂർവമായിട്ട് മാത്രമുള്ളവരായതുകൊണ്ടല്ല വ്യാസൻ അവരെ പെറുക്കിയെടുത്തു. അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഉദാഹരണം ആയതുകൊണ്ടാണ്. ഒരു തത്വം ബോധിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ദൃഷ്ടാന്തമാണല്ലോ പറയാൻ. ചരിത്രമായാലും കഥയായാലും തത്വത്തെ ബോധിപ്പിക്കാൻ ഉതകുന്നതാവണം. അത് ഏറ്റവും പറ്റിയത് വേണം പറയാൻ. ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് കവികൾ തിരഞ്ഞെടുക്കുള്ളൂ. ഇതാണ് വ്യാസനം ചെയ്തത്. അങ്ങനെ വ്യാസഗീത നമ്മുടെ ജീവിത ദർശനത്തിൻ്റെ പ്രമാണമായിട്ട് മഹാഭാരതത്തിൽ ഉണ്ട്. രണ്ടാമത് ഓർമ്മ വരുന്ന സന്ദർഭം കുറച്ചും കൂടി ഗൗരവമുള്ളതാണെന്ന് പറയാം. യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തും. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. പാണ്ഡവന്മാരെ രാജ്യം പിടിച്ചെടുത്ത് യുധിഷ്ഠിരൻ ചക്രവർത്തി രാജാവായിട്ട് അഭിഷിക്തനായി. അത് കഴിഞ്ഞപ്പോ അശ്വമേധയാഗം കഴിക്കാൻ തീരുമാനിച്ചു. വലിയ കേമായിട്ട് അശ്വമേധയാഗം നടത്തണം. അപ്പോ ഉപരിപ്ലവമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ അവരാണല്ലോ ഭൂരിപക്ഷം.
അവരൊക്കെ മുക്തകണ്ഠം പ്രശംസിച്ചു യുധിഷ്ഠിരന്റെ യാഗത്ത്. അയ്യോ, ഇങ്ങനെ ഒരു യാഗം ഉണ്ടായില്ല, അത്ര ഗഹമായിട്ടാ. എന്തോരം ആളാ വന്നിരിക്കുന്നത്, എന്തോരം ദക്ഷിണ കൊടുക്കണത്, എത്ര ദാനം ചെയ്യണം, ഇങ്ങനെ പ്രശംസിക്കുക. അപ്പൊ ഒരാള് മുമ്പിൽ വന്നു, വേദിയുടെ മുമ്പില്. അയാൾ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയുടെ ഈ അശ്വമേധത്തെ നിന്ദിക്കുന്നു. ഇതിന് യാതൊരു മഹാത്മ്യവും ഇല്ല. അങ്ങ് ബന്ധുക്കളെ മുഴുവനും കുരുതി കഴിച്ച് കൂട്ടക്കൊല നടത്തി, ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഹിംസ നടത്തി, രാജ്യം പിടിച്ചെടുത്തിട്ട് അശ്വമേധം നടത്തിയാൽ ഈ പാപമൊക്കെ തീരുന്നാണ് അങ്ങ് വിചാരിക്കണം? ഇതുകൊണ്ട് അങ്ങക്ക് പവിത്രത ഉണ്ടാവും വിചാരിക്കുന്നുണ്ടോ? യശസ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടാവാൻ പോണില്ല. ഈ ചെയ്തത് മുഴുവൻ വൃഥാവിലാണ്, ഇതിനൊരു ഫലവും. ഇങ്ങനെ യാഗത്തിന്റെ അനൗചിത്യങ്ങള് ഇങ്ങനെ ശാസ്ത്രത്തിന്റെ പിന്നാലെ ശാസ്ത്രം പറഞ്ഞ് ഇത് ഗ്രഹണീയമാണ്, ഒരിക്കലും സ്തുത്യമല്ല എന്ന് ഇയാൾ സമർത്ഥിച്ചു. ശാസ്ത്രമാണ് പറഞ്ഞത് മുഴുവൻ, വേറൊന്നും പറയണില്ല. പുരോഹിതൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, ഇയാൾ ഒരു ചാർവാകനാണ്, ദുര്യോധനന്റെ സുഹൃത്താണ്. രണ്ട് കാരണങ്ങളോ, ഒന്നാമത് ചാർവാകൻ, രണ്ടാമത് യുധിഷ്ഠിരന്റെ സുഹൃത്ത്. അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഇയാളെ ഇപ്പോൾ തന്നെ കൊല്ലണം, ഇതാണ് പറഞ്ഞു. ഉടനെ തന്നെ യുധിഷ്ഠിരൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അയാളെ ആ യാഗസന്നിധിയിൽ വെച്ച് വെട്ടിക്കൊന്നു ആ ചാർവാകനെ. ആശ്വാസമായപ്പോ ഇനി ഇതുപോലെ എതിരാളിയിൽ ഉണ്ടാവില്ലല്ലോ. വന്നു. തൽക്കാലം ഒരു ആരവമൊക്കെ ഉണ്ടാവുമല്ലോ ഒരാളെ കൊല്ലുമ്പോ. കുറച്ച് മിനിറ്റ് കൊണ്ട് അതൊക്കെ ഒന്ന് അടങ്ങി, ഈ ആരവമൊക്കെ ഒന്ന് അടങ്ങി ശാന്തായപ്പോ പിന്നെ ഒരു ശബ്ദം കേട്ടു, മഹാരാജാവേ, ഞാൻ അങ്ങയുടെ യാഗത്തെ നിന്ദിക്കുന്നു. രണ്ടാമത്തെ എന്താ നോക്കട്ടെ, ആരെയും കാണാനുമില്ല, ശബ്ദം കേൾക്കണ്ട. ചുറ്റും നോക്കിയിട്ട് ആരെയും കാണണില്ല, നിന്ദിക്കുന്ന ഒരു ശബ്ദം മാത്രം കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി ഒരു കീരി നടന്നു. കീരി വന്ന് വേദിയുടെ മുമ്പിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ യാഗം പ്രശസ്തമല്ല എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ആളെ പോലെ ശാസ്ത്രജ്ഞാനമൊന്നും എനിക്കില്ല, ഞാൻ വെറും ഒരു കീരി. ഞാനൊരു ശാസ്ത്രവും പഠിച്ചിട്ടില്ല, വേദം പഠിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ കയ്യിൽ പ്രമാണമുണ്ട്. അത് ഞാൻ പറയാം, കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആ പ്രമാണം പറഞ്ഞു കേൾപ്പിക്കാം. കേൾക്കണമെന്നായി എല്ലാവരും. കീരി പറഞ്ഞു, ഞാൻ ഇവിടെ നാൽപ്പാക്കല്ലേ, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ്. ഒരു ദരിദ്ര ബ്രാഹ്മണന്റെ വീടിനടുത്താണ് എൻ്റെ മാളം.
ആ വീട്ടിൽ നടക്കണമൊക്കെ എനിക്ക് ആ മാളത്തിൽ ഇരുന്നാൽ കാണാം. അത്ര എടുത്താ. അവിടെ അദ്ദേഹത്തിന് യാതൊരു വരുമാനവും ഇല്ല. കൊയ്ത്ത് കഴിയുമ്പോ കൊഴിഞ്ഞു കിടക്കുന്ന, പാടത്ത് കൊഴിഞ്ഞു കിടക്കുന്ന ഉതിർമണികൾ പെറുക്കി എടുത്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉഞ്ചവർത്തി ബ്രാഹ്മണൻ എന്ന് പേരായി. ഉഞ്ചവർത്തി ബ്രാഹ്മണൻ, ഉതിർമണി പെറുക്കി തിന്ന് ജീവിക്കുന്ന. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു. അതിഥി വന്നാൽ അതിഥിയെ പൂജിക്കേണ്ടത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ദരിദ്ര ഇല്ലത്ത് അതിഥിയെ പൂജിക്കാനൊന്നും ഒരു വകയും ഇല്ല. എന്തെങ്കിലും യാചിച്ച് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഉതിർമണി പറക്കി കൊണ്ടുവന്നിട്ട് വേണം ജീവിക്കാൻ. അന്ന് അവിടെ ഉണ്ടായിരുന്നത് യാചിച്ച് കിട്ടിയ നെല്ല് പിടിച്ചു കൊണ്ടുവന്ന് മലരാക്കി ആ മലരിന്റെ പൊടി, മലർപ്പൊടി ആ കുടുംബത്തിൽ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, ആ മകന്റെ ഭാര്യയുണ്ട്. 4 അംഗങ്ങളാണ് ആ കുടുംബത്തിൽ. അവിടെ ആകെയുള്ളത് കുറച്ച് മലർപ്പൊടിയാണ്. ഭക്ഷണം അത് കഴിക്കേണ്ട സമയമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നായി? അതിഥിയെ പൂജിക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, നമ്മളുള്ളത് കൊണ്ട് പൂജിക്കും, അല്ലാതെ എന്താ ചെയ്യും? ഇല്ലാത്തത് കൊണ്ട് പൂജിക്കാൻ പറ്റില്ലല്ലോ, ഉള്ളത് കൊണ്ട് പൂജിക്കാം. ഈ ഉള്ള മലർപ്പൊടി 4 ആക്കി 4 പേര് ഭക്ഷിക്കണം അന്ന് ഉച്ചയ്ക്ക്. അതാണ് അവിടെ ആകെയുള്ളത്. ബ്രാഹ്മണൻ പറഞ്ഞു, ഇവിടെ ഞാനാണ് കുടുംബനാഥൻ, അതുകൊണ്ട് അതിഥിയെ പൂജിക്കാൻ ഒന്നാമത്തെ ഉത്തരവാദിത്തം എനിക്കാണ്. ഈ മലർപ്പൊടി 4 ആക്കി എന്റെ പങ്ക് ഞാൻ ഈ അതിഥിക്ക് കൊടുക്കാം. നല്ലൊരു തടസ്സം പറഞ്ഞു. ഭാര്യ പറഞ്ഞതല്ല, ഭർത്താവിന്റെ ധർമ്മം നിർവഹിക്കേണ്ടത് ഭാര്യയുടെ ധർമ്മമാണ്, അതുകൊണ്ട് എന്റെ പങ്ക് കൊടുക്കാം. മകൻ പറഞ്ഞു, നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾ ഈ വാർദ്ധക്യകാലത്ത് പട്ടിണി കിടക്കാൻ പാടില്ല. ഞാൻ ചെറുപ്പമാണ്, പട്ടിണി സഹിക്കാൻ എനിക്കാണ് കഴിവ്, അതുകൊണ്ട് എന്റെ പങ്ക് കൊടുക്കാന്നായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഈ ബ്രാഹ്മണി പറഞ്ഞു അതേ ന്യായം പറഞ്ഞു, ഭർത്താവിന്റെ ധർമ്മം ഭാര്യ നിർവഹിക്കും, മുമ്പ് എന്നെ കൊടുക്കാം. അങ്ങനെ തർക്കിച്ച അവസാനം ഗൃഹനാഥന്റെ പങ്ക് തന്നെ കൊടുക്കാൻ തീരുമാനമായി. അതുകൊണ്ട് അതിഥിക്ക് കൊടുത്തു. അതിഥിക്ക് അത് കഴിച്ചിട്ടൊന്നും ആയില്ല. അപ്പോ പത്നിയുടെ ഊഴമായി, കുടുംബനാഥയുടെ ഊഴം വന്നു. അവരുടെ പങ്ക് മലർപ്പൊടി അവർ കൊണ്ടുകൊടുത്തു. അതുകൊണ്ടും അതിഥിക്ക് ഒന്നും ആയില്ല. അപ്പൊ പിന്നെ മകന്റെ ഊഴമായി, മകനും കൊണ്ടുവന്ന് കൊടുത്തു. അതുകൊണ്ടും അതിഥിക്ക് തൃപ്തിയായില്ല. അവസാനം മകന്റെ ഭാര്യയുടെ, അങ്ങനെ 4 പേരുടെയും മലർപ്പൊടി ഈ അതിഥിക്ക് കൊടുത്തു. 4 പേരും അന്ന് പട്ടിണി, അവർ കഴിക്കാനൊന്നുമില്ല. 4 പേരുടെയും മലർപ്പൊടി ഇങ്ങനെ കഴിച്ച് അപ്പൊ അതിഥിക്കും ഏതാണ്ട് തൃപ്തിയായി. അദ്ദേഹം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഞാനിത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് തോന്നി ഇത് വളരെ മഹത്വമുള്ളൊരു കൃത്യമാണ് ഇവിടെ. ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മമാണ് ഇവിടെ നടന്നത്, ഈ മലർപ്പൊടി ദാനം. ധാരാളം ദാനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ താൻ വിശന്നിരുന്ന് തനിക്ക് കഴിക്കാൻ ആകെ ഉള്ളത് ഗൃഹനാഥനും അദ്ദേഹത്തിന്റെ പത്നിയും മകനും മകന്റെ പത്നിയും, ഈ 4 പേരും ഒരേ മനസ്സായിട്ട് ഇത് കൊടുത്തിട്ട് അവർ മുഴുവൻ പട്ടിണിയിരിക്കുക. ഇത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു ദാനം. അതുകൊണ്ട് ഇതാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള കർമ്മമെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്ന് നോക്കിയ വീടിന്റെ അടുത്ത് പോയി നോക്കി, വളർത്തുനിന്ന് ഇറങ്ങി വീടിന്റെ അടുത്ത് പോയി. ഈ ദാനം നടന്ന വരാന്തയില് കൊച്ചൊരു കുടിലാണ്, അകത്തൊന്നും കൊണ്ടുപോയി ഇരുത്താൻ പറ്റില്ല. വരാന്തയിൽ ഇരുത്തി വരാന്തയിൽ വെച്ചാണ് കൊടുത്തത്. ഇറയത്ത്. ഞാൻ ആ ഇറയത്ത് നിന്ന് കയറി. അപ്പോ ഈ സ്ഥലത്ത് ഈ ദാനം കൊടുത്ത മലർപ്പൊടി കുറിച്ച് കൊഴിഞ്ഞു കിടന്നു. എനിക്ക് തോന്നിയത് ഇത്രയും വലിയ ഒരു ദാനധർമ്മത്തിന്റെ അവശിഷ്ടമാണല്ലോ, എന്റെ ശേഷിപ്പാണല്ലോ. ഇതാണ് പരമാർത്ഥമായ യജ്ഞശിഷ്ടം. ഇതിന് മഹത്വമില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ഒന്നിനും മഹത്വമില്ല. ഈ പൊടി വെറുതെ പോവാൻ പാടില്ല. അതുകൊണ്ട് ഈ പൊടിയിൽ കിടന്നു വീണു. ആ പൊടിയിൽ പോയി കിടന്ന ആ പൊടി മുഴുവൻ തന്റെ ദേഹത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് തിരിഞ്ഞു കിടന്നു. മറുവശവും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മറുവശത്ത് പറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വശത്തേക്കുണ്ട്. അവിടെ നിന്ന് എണീറ്റ് നോക്കുമ്പോ ഈ മലർപ്പൊടി പറ്റിയ വശം സ്വർണ്ണ നിറമായിരിക്കുന്നു. അങ്ങനെ ഒരു പകുതി സ്വർണവർണ്ണവും ഒരു പകുതി ചാരവർണ്ണവുമായിട്ടുള്ള ഒരു കീരിയായിട്ട് ഞാൻ മാറി. അന്നു മുതൽ എൻ്റെ ആഗ്രഹം എൻ്റെ ഈ ചാര നിറമുള്ള പകുതിയും കൂടി സ്വർണ്ണ നിറമാക്കണം. അതിന് ഇതുപോലെ പുണ്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് പോയി അതിൻ്റെ ശേഷം, അതിൻ്റെ ശിഷ്ടം ഈ ഭാഗത്തും കൂടി പറ്റിക്കണം. അന്ന് മുതൽ എവിടെ ഒരു പുണ്യകർമ്മം ഉണ്ടെന്ന് കേട്ടാലും ഞാൻ അവിടെ പോകും. പോകാത്ത സ്ഥലമില്ല. എനിക്ക് ചെന്നെത്താൻ പറ്റുന്ന എവിടെയായാലും ഞാൻ പോകും. അങ്ങനെ പോയിട്ട് അവിടെ എന്താണ് ശേഷിച്ച് കിടക്കുന്നത്, ആ കർമ്മത്തിന്റെ ശേഷം, അതിൽ ഞാൻ പോയി കിടക്കും. ആ ബ്രാഹ്മണന്റെ എണ്ണയിൽ കിടന്നതുപോലെ കിടക്കും. അതെല്ലാം ഈ ചാരനിറമായിട്ടുള്ള ഈ പകുതിയിൽ പറ്റി അതിനെ സ്വർണ്ണാക്കാൻ വേണ്ടി. പക്ഷെ ഇന്ന് വരെ അത് സ്വർണ്ണ നിറയില്ല. മഹാരാജാവ് യുധിഷ്ഠിരൻ അശ്വമേധയുടെ നടത്തമെന്ന് കേട്ടപ്പോ, എന്നാൽ ഇവിടെ വരണം, ഇവിടെയും വന്നിട്ട് ഇതിന്റെ ഇഷ്ടത്തില് എനിക്കൊന്ന് കിടക്കണം, സ്വർണ്ണവർണ്ണാവണം, അതിനു വേണ്ടിയാണ് മഹാരാജാവെ ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന് അങ്ങ് യാഗം നടത്തിയ സ്ഥലത്ത് എന്തൊക്കെ കൊഴിഞ്ഞു കിടക്കേണ്ടതിന്റെ അവശിഷ്ടം, ഇതിലൊക്കെ ഞാൻ ചെന്ന് കിടന്നു. ഈ ഹോമകുണ്ടത്തിന്റെ അടുത്ത്
ഹവിസൊക്കെ എടുത്ത് ഒഴിക്കുന്ന സ്ഥലത്ത് ഹവിസിന്റെ ബാക്കി കിടക്കുന്നത് ആ നിലത്ത് വീണ് കിടക്കുന്ന ഹവിസിന്റെ അവശിഷ്ടത്തിൽ ഞാൻ കിടന്നു. പക്ഷെ എൻ്റെ ശരീരം സ്വർണ്ണ നിറമായില്ല, ഇതിപ്പോഴും ചാരനിറമായിട്ടിരിക്കുക. അതുകൊണ്ട് അങ്ങയുടെ ഈ അശ്വമേധയാഗത്തിന് ആ ഉഞ്ചവൃത്തി ബ്രാഹ്മണന്റെ മലർപ്പൊടി ദാനത്തിന്റെ അത്രയും മഹാത്മ്യമില്ല. ഇതാണ് കേരി ഇങ്ങനെ പറഞ്ഞു നിർത്തി. ഇതാണ് പ്രമാണം എന്ന് പറഞ്ഞത്. എൻ്റെ ജീവിതമാണ് പ്രമാണം, എൻ്റെ ഈ ശരീരമാണ് പ്രമാണം, ഈ പകുതി സ്വർണമായിട്ടുള്ള ശരീരമാണ് പ്രമാണം. ഉഞ്ചവൃത്തി ബ്രാഹ്മണന്റെ മലർപ്പൊടി ദാനം നിറഞ്ഞെടുത്ത് കൊഴിഞ്ഞു കിടന്ന മലർപ്പൊടി പറ്റിയിട്ടാണ് ഇത് സ്വർണ്ണമായത്. ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഇത്രയും വലിയ അശ്വമേധം നടത്തണം ഈ മഹർഷിമാരൊക്കെ വന്നിരുന്നിട്ട്. ഇതിന് മഹാത്മ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ചാരനിറമായിട്ടുള്ള പകുതി ഇതുകൊണ്ട് സ്വർണ്ണ നിറമായേനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അശ്വമേധയാഗത്തിന് ഒരു മഹാത്മ്യവും ഇല്ല. ചാർവാകൻ വലിയ ശാസ്ത്രങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് യുക്തികൾ പറഞ്ഞ് യുക്തിചിന്ത ചെയ്ത് യുക്തിവാദം ചെയ്ത് യാഗത്തിന്റെ ദോഷം സമർത്ഥിച്ച് കാണിച്ചപ്പോ അയാളെ വെട്ടിക്കൊന്ന് കാര്യം അവസാനിച്ചു. പക്ഷെ ഇവിടെ ഈ കീരി പറഞ്ഞ സ്വന്തം അനുഭവത്തിനെതിരെ ആർക്കും ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിരനും ബാക്കി പാണ്ഡവരും കൃഷ്ണനും ഈ മുനിമാരും മഹർഷിമാരെ യാഗം നടത്താൻ വന്ന വൃത്തിക്കുകളൊക്കെ തലതാഴ്ത്തിയിരുന്നു. ഈ ചെയ്തത് മുഴുവനും പാഴാണ് എന്ന് അവർക്കൊക്കെ ബോധമായി. അവരത് അംഗീകരിച്ചോ അത് മറ്റുള്ളവർ പറഞ്ഞോ അതില്ല, അത് ചെയ്യില്ല. കാരണം അവര് കാപടികന്മാരാണല്ലോ, അത് ചെയ്യില്ല. പക്ഷെ അവർക്ക് ബോധമായി. ഈ രണ്ട് വ്യാഖ്യാനങ്ങളിൽ കൂടി വ്യാസൻ വരച്ച് കാണിക്കുന്ന ജീവിത ദർശനം എന്താണ്? നിങ്ങളെ മഹാനാക്കുന്നത് നിങ്ങളുടെ ഔപചാരിക വിദ്യാഭ്യാസമല്ല, നിങ്ങൾ എത്ര ശാസ്ത്രം പഠിച്ചു, ശാസ്ത്രം വ്യാഖ്യാനിക്കാൻ എത്ര കൗശലമുണ്ട് എന്നതല്ല, നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയുമെന്നതല്ല, നിങ്ങൾക്ക് എന്ത് ജീവിക്കാൻ കഴിയും എന്നതാണ്. ഇത് ജീവിക്കാൻ പാണ്ഡിത്യം ആവശ്യമില്ല. ധർമ്മവ്യാധന്റെ കഥയിലെ ആ കുടുംബിനിക്കും ധർമ്മവ്യാധന് തന്നെയും ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ധർമ്മവ്യാധൻ ഗുരുകുലത്തിൽ അഡ്മിഷൻ കിട്ടാൻ യോഗ്യതയില്ലാത്ത ആളാണല്ലോ. ഗുരുകുലത്തിൽ പ്രവേശം പോലും കിട്ടാത്ത ജാതിക്കാരൻ. പിന്നെ പഠിച്ചില്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും ഔപചാരിക വിദ്യാഭ്യാസം ചെയ്തു വലുതായതല്ല. എന്താണ് തത്വം, എന്താണ് സത്യം, എന്താണ് ധർമ്മം, എന്താണ് ആധ്യാത്മികത എന്ന് ശരിയായ ബോധം എങ്ങനെയോ അവർ സമ്പാദിച്ചു.
പരമാർത്ഥ ജ്ഞാനം അവർക്ക് ഉണ്ടായി. അത് അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പ്രചരിപ്പിക്കുന്ന ആളുകളായിരുന്നു, രണ്ടുപേരും പ്രചരിപ്പിക്കുന്ന ആളുകളായിരുന്നില്ലല്ലോ. ചോദിച്ചാൽ പറയും അവരുള്ളൂ. അപ്പൊ ആരാണ് മഹാൻ? ആരാണ് നല്ല മനുഷ്യൻ? ഈ ധർമ്മവ്യാധനെ പോലെ, ഈ വീട്ടമ്മയെ പോലെയുള്ളവരാണ്. ആരാണ് നല്ല ഗുരു, യഥാർത്ഥ ഗുരു? ഈ ധർമ്മവ്യാധനെ പോലെ, ഈ വീട്ടമ്മയെ പോലെ ഉള്ളവരാണ്. അവരോട് പഠിച്ചാൽ നമുക്ക് തത്വബോധം ഉണ്ടാകും. അവരോട് പഠിച്ചാൽ നമുക്ക് അനുഭൂതി ഉണ്ടാകും. അവർ പറയുന്നത് നമുക്ക് അനുഭവം, കാരണം അവർക്ക് അനുഭവം ഉണ്ട്. അവർ അനുഭവത്തിലേക്ക് ജീവിക്കുന്നു. ആരാണ് യഥാർത്ഥ മനുഷ്യൻ? ആരാണ് യഥാർത്ഥ ഗുരു? എന്താണ് യഥാർത്ഥമായ ജ്ഞാനം? ഏതാണ്ട് എല്ലാ ഉപാഖ്യാനങ്ങളും ഇതാണ്. മഹാഭാരതത്തില് നിറഞ്ഞു നിൽക്കുന്ന ചിത്രം ഇതാണ്. വ്യാസൻ നമുക്ക് തരുന്ന സന്ദേശം, നിങ്ങൾ ഇതിന്റെ രഹസ്യം അറിയണം. സനാതന ധർമ്മത്തിന്റെ, ആധ്യാത്മികതയുടെ, അതിനെപ്പറ്റി എത്രയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ സമൂഹത്തിലുണ്ട്. അതിലൊന്നും വീണു പോകാതെ പരമാർത്ഥത്തിൽ എന്താണ് ധർമ്മം, പരമാർത്ഥത്തിൽ എന്താണ് സത്യം, പരമാർത്ഥത്തിൽ എന്താണ് ആധ്യാത്മികത, പരമാർത്ഥത്തിൽ എന്താണ് ത്യാഗം, എന്താണ് യഥാർത്ഥമായ നന്മ, എന്താണ് ശരിയായ മൂല്യം, അത് കപട ശാസ്ത്രങ്ങളുടെയും കപട ഗുരുക്കന്മാരുടെയും പ്രചാരവേല ചെയ്യുന്ന മറ്റുള്ളവരുടെയും കെണിയിൽ വീഴാതെ അറിയേണ്ടിടത്ത് നിന്ന് അറിയേണ്ടതുപോലെ അറിയുക. എന്നിട്ടോ അത് ജീവിക്കുക. അത് ജീവിക്കുക. അത് വേണ്ടവരും നിങ്ങളെ തേടി വരും. അത് നിങ്ങളിൽ കൂടി വ്യാപിക്കും. അങ്ങനെ സമൂഹത്തിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആധ്യാത്മികതയുടെയും നേരായ അറിവ് വ്യാപിച്ചോളും. അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ടതിനൊന്നുമില്ല. ഇതാണ് വ്യാസൻ ചെയ്തു വെച്ചത്. വ്യാസൻ അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ ജീവിത ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, ദർശനം എന്ന് നൽകി പറയുമ്പോൾ സനാതന ധർമ്മമാണ് അതിന് ഏറ്റവും നല്ല പേര്. സനാതന ധർമ്മം എന്ന് പറയുന്നത് പരസ്പരതയാണ്. ഈ സമ്പൂർണ്ണ ജഗത്തും ഒരേ ഒരു കാരണത്തിന്റെ പരിണത രൂപങ്ങളാണ്. ആദിബോധത്തിന്റെ സത്യന്റെ പരിണാമങ്ങളാണ് എല്ലാം. അങ്ങനെ അല്ലാത്തൊന്നുമില്ല. അതുകൊണ്ട് ഒന്നിനെയും ജഡം എന്ന് കരുതരുത്. എല്ലാം ചേതനമാണ്. കാരണം ബോധമാണ് അതായിരിക്കുന്നത്. ആ ബോധമായി തീർന്ന എല്ലാ രൂപങ്ങളുടെ അകത്തും ബോധം വ്യാപിച്ചിരിപ്പുണ്ട്. അങ്ങനെ അകത്ത് ബോധം വ്യാപിച്ച ബോധപരിണാമമായ ഈ രൂപം ഇരിക്കുന്നതോ ബോധത്തിൽ തന്നെയാണ്. ജഗത്തിൽ മുഴുവൻ ബോധം നിറഞ്ഞിരിക്കുകയാണ്. ബോധത്തിലാണ് അതിരിക്കുന്നത്. ബോധം രൂപമായിരിക്കുന്നു. അകത്ത് ബോധം വ്യാപിച്ചിരിക്കുന്നു. അകത്ത് ബോധം വ്യാപിച്ച ആ രൂപം ബോധത്തിൽ ഇരിക്കുന്നു. പിന്നെ എവിടെയാണ് അനാത്മാവ്? എവിടെയാണ് ജഡം? ജഡം എന്നതാണ് വിപരീത ജ്ഞാനം. ജഡവുമില്ല, അനാത്മാവുമില്ല. ആത്മാനാത്മ വിവേകം എന്ന് പറയുന്നത് കപടശാസ്ത്രമാണ്.
എല്ലാം ആത്മാവാണ്. ആത്മൈവേദം ജഗത് സർവം ഇതം സർവം യഥയം ആത്മാ. ഇതാണ് ഉപനിഷത്ത് പഠിപ്പിക്കുന്നത്. ആത്മാനമേവ ലോകം ഉപാസിത എന്ന് പറഞ്ഞു. ലോകത്തെ താനായിട്ട് ഉപാസിക്കണം. ഇതാണ് വ്യാസനെ പോലെയുള്ളവരൊക്കെ കാണിച്ചു തരുന്നത്. അവരുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവർ പരാമർശിക്കുന്ന ചരിത്ര പുരുഷന്മാരൊക്കെയും ഈ തത്വം ജീവിച്ചവരാണ്. ഇതാണ് ഭാരതത്തിന്റെ ജീവിത ദർശനം. ഇതാണ് ഹിന്ദുത്വം. ഇന്ന് അതിനെക്കുറിച്ച് വിപരീത ധാരണകൾ ഉണ്ടാക്കുന്നു. വിപരീത ധാരണയാണ് ശരിയായ ധാരണ, ശരിയായ ധാരണയല്ല എന്ന പ്രചരണവും നടക്കുന്നു. പക്ഷേ പ്രചരണത്തിന് സത്യത്തെ സത്യമല്ലാതാക്കാൻ പറ്റില്ല, അസത്യത്തെ അസത്യമല്ലാതാക്കാൻ പറ്റില്ല. എന്ത് പ്രചരിപ്പിച്ചാലും ധർമ്മം ധർമ്മമായിരിക്കും, അധർമ്മം അധർമ്മമായിരിക്കും. അതിനെ മാറ്റാൻ സാധിക്കില്ല. അതിനെ സംബന്ധിച്ച് ജനങ്ങളുള്ള ധാരണ മാറ്റാൻ സാധിക്കും. ധാരണ മാറിയാൽ നശിക്കുന്നത് ആ ജനമാണ്. ധർമ്മം നശിക്കുന്നില്ല, സത്യം നശിക്കുന്നില്ല. തെറ്റിദ്ധാരണ ആർക്കുണ്ടോ അവരാണ് നശിക്കുന്നത്. ശരിയായ ധാരണ ഉള്ളവർ രക്ഷപ്പെടും. സമൂഹം ഇങ്ങനെ ഒരുതരം ആന്ധ്യത്തിൽപ്പെട്ടിരിക്കുകയാണ്. കപടശാസ്ത്രങ്ങളുടെയും കപട ഗുരുക്കന്മാരുടെയും സ്വാധീനത്തിൽപ്പെട്ട് ബുദ്ധി വികൃതമായി, മനസ്സ് വികൃതമായി, ചിത്തം വികൃതമായി, അന്തർവേദനം എന്നുള്ളത് ഇല്ലാണ്ടായി, യുക്തിബോധം ഇല്ലാണ്ടായി. അങ്ങനെ മാനുഷിക ഗുണങ്ങൾ ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് കൊല്ലങ്ങളായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെവിടെയെങ്കിലും ഒരു പൂർണ്ണ വിരാമം ഇടണം. അവിടെ നിന്ന് പരമാർത്ഥ ജ്ഞാനത്തിന്റെ ജീവിതം ആരംഭിക്കണം. അതാണ് ഈ ഭാരതമാണെന്ന് പറഞ്ഞാൽ. അതാണ് ശരിയായ ഡീകോളനൈസേഷൻ. ഡീകോളനൈസേഷൻ ബാബറിൽ അവസാനിക്കാൻ പാടില്ല. ബാബറൊക്കെ ഇന്നലെ വന്ന ആളുകളാണ്. 10,000-കണക്കിന് കൊല്ലം മുൻപ് വന്ന മധ്യേഷ്യൻ സംസ്കാരശൂന്യര്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നാശങ്ങള്, അവരുണ്ടാക്കിയ അനർത്ഥങ്ങൾ, അവരുണ്ടാക്കിയ കപടശാസ്ത്രങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ. ഇതാണ് ഭാരതത്തിൽ കുമിഞ്ഞുകൂടുന്നത്. ഭാരതത്തെ മുഴുവൻ മൂടിയിരിക്കുകയാണ്. യഥാർത്ഥ ഭാരതം അതിൻ്റെ അടിയിലാണ്. ഈ ചവറ കൂമ്പാരത്തിന്റെ അടിയിലാണ് യഥാർത്ഥ ഭാരതം. എനിക്ക് ആ ഭാരതത്തെ അവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അതിന് പരിശ്രമം ഉണ്ടാവണം. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ ഉപകരണങ്ങൾ? ഉപനിഷത്ത് നിശ്ചയമായിട്ടൊരു ഉപകരണമാണ്. പക്ഷെ അത് വളരെ പ്രതിഭയും ഏകാഗ്രതയും ആവശ്യപ്പെടുന്ന ഒരു പ്രതിപാദനമാണ്. ക്ലേശമെന്ന് പറയാൻ പറ്റില്ല, കഠിനമെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും അത് ആവശ്യപ്പെടുന്ന ഏകാഗ്രത നമ്മൾ കൊടുത്താൽ, അത് ആവശ്യപ്പെടുന്ന നിഷ്ഠ നമുക്കുണ്ടായാൽ, ഈ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും പുരാണത്തിലെ കഥ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ വായിച്ച് മനസ്സിലാക്കാവുന്ന ഉപനിഷത്ത് അത്രയും സരളമാണ്. പക്ഷെ അത് സരളമാണെന്ന് അനുഭവിക്കണമെങ്കിൽ ഉപനിഷത്തിന് പറ്റിയ മാനസിക അവസ്ഥയിൽ നമ്മൾ ആദ്യം എത്തണം. അവിടെ എത്തിയിട്ടില്ലെങ്കിൽ കഠിനമാണെന്ന് തോന്നും. കഠിനം എന്നുള്ളവരും തോന്നല. അങ്ങനെ ഉപനിഷത്തുണ്ട്. പിന്നെയുള്ളത് ഇതിഹാസങ്ങളാണ്. പ്രത്യേകിച്ചും ലളിതോപാഖ്യാനങ്ങൾ. മഹാഭാരതത്തിലെയും ജ്ഞാനവാസിഷ്ടത്തിലെയും ഒക്കെ ഉപാഖ്യാനങ്ങൾ. ഈ ഉപാഖ്യാനങ്ങളാണ് ശരിക്ക് തത്വചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഹാഭാരതത്തിലെ ഗുരുപാണ്ഡവ കഥയല്ല ഈ തത്വജ്ഞാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലിടയ്ക്കിടയ്ക്ക് വരും.
ഒരു പാണ്ഡവ കഥയുടെ ഉള്ളിലും ഇടയ്ക്ക് തത്വചിന്തകൾ വരുന്നുണ്ട്. ഉപാഖ്യാനങ്ങൾ മുഴുവനും ഈ തത്വജ്ഞാനത്തിന്റെ ഒരു പ്രവാഹമാണ്. ഇതെല്ലാം നമുക്ക് ഈ ബോധനത്തിന്, ശരിയായ ജ്ഞാനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഉപയോഗിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ നവനിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഭാരതത്തെ വീണ്ടും ഭാരതമാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഇതുപോലെയുള്ള കൃതികൾ പഠിക്കുക, മനനം ചെയ്യുക. മനനം ഇവിടെ ആവശ്യമാണ് കേട്ടോ. മനനം ഉപനിഷത്തിൽ മാത്രം വേണ്ടതല്ല. മനനം ചെയ്താലാണ് ഈ വ്യാഖ്യാനങ്ങളിലെല്ലാത്തിനും ഈ തത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുള്ളൂ. എല്ലാത്തിൻ്റെ രഹസ്യമുണ്ട്. രഹസ്യ ഉപനിഷത്തിൽ മാത്രമല്ല ഉള്ളത്. ഏത് പ്രതിപാദനത്തിലും ഒരു രഹസ്യമുണ്ട്. നല്ല കൃതിയാണോ അതിന് രഹസ്യമുണ്ട്. സരഹസ്യമായിട്ടാണ് മഹാകവികളെല്ലാം എപ്പോഴും കാര്യങ്ങൾ പറയുക. തത്വജ്ഞാനികളെല്ലാം എപ്പോഴും കാര്യങ്ങൾ പറയും. അപ്പൊ രഹസ്യം ഉണ്ടാവും. രഹസ്യത്തിന്റെ ചുരുളണെങ്കിൽ മനനം വേണം. മനനം കൂടെ ഉണ്ട് കഴിയില്ല. അങ്ങനെ ഈ ഉപാഖ്യാനങ്ങളെ മനനം ചെയ്ത് സ്വാംശീകരിച്ച് വെക്കുക. അതുപോലെ കുരുവാണ്ഡവ കഥയിലും എവിടെയൊക്കെയാണ് ഈ തത്വചിന്ത വരിക, എവിടെയൊക്കെയാണ് ഈ ജീവിത ദർശനത്തിന്റെ അംശങ്ങൾ വരിക. ഈ കഥ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇന്നതുണ്ട്. അപ്പോ എല്ലാം സരളമാണ്. ഉപനിഷത്തിനെ അപേക്ഷിച്ച് ഒക്കെ വളരെ സരളമാണ്. ഉദാഹരണത്തിന് വനപർവ്വത്തിൽ പലയിടത്തും ഇതുപോലത്തെ തത്വത്തിന്റെ ചർച്ചകളുണ്ട്. യക്ഷപ്രശ്നം, ഒരു യക്ഷൻ കൊക്കായിട്ട് വന്ന് മരത്തിലിരിക്കും വനവാസക്കാലം. തടാകത്തിന്റെ തീരത്താണ് ഈ മരം. ആ തടാകത്തിൽ വെള്ളം എടുക്കാനായിട്ട് പാണ്ഡവന്മാർ പോകും. വെള്ളം കുടിക്കണവർക്ക്. അപ്പൊ നകുലിനെ ആദ്യം അയച്ചു. നകുലം പോയിട്ട് കാണാനില്ല. അപ്പൊ സഹദേവൻ അന്വേഷിച്ചു വന്നത്, സഹദേവനെ കാണാനില്ല. പിന്നെ അർജുനൻ വന്നു, ഭീമൻ വന്നു. പോയവൻ ഒരു പോക്കാണ്. അവരാരും തിരിച്ചു വരില്ല. അവസാനം യുധിഷ്ഠിരൻ പുറപ്പെട്ടു. യുധിഷ്ഠിരൻ ഞാൻ നോക്കുമ്പോ ഈ 4 സഹോദരന്മാരും ബോധം കെട്ട് കിടക്കണ്ടവിടെ. ബോധക്കേടാണോ മരണമാണോ എന്നറിയില്ല. ചത്ത തടി പോലെ 4 പേരും കിടപ്പുണ്ട്. ഇതെന്താന്ന് വിചാരിച്ച് ഇങ്ങനെ ചുറ്റും നോക്കി. എന്താ സംഭവിച്ചത്? ആരും കാണാനില്ല. കൊല്ലാൻ പറ്റിയ ആളുകളൊന്നും അടുത്ത് കാണാനില്ല. നോക്കുമ്പോ മരത്തിൽ കൊക്കിരിക്കുന്നുണ്ട്. കൊക്ക് പറഞ്ഞു, യുധിഷ്ഠിരാ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഇതെന്റെ അധീനത്തിലുള്ള തടാകമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് വെള്ളം എടുക്കാൻ പാടും. അങ്ങയുടെ അനുജന്മാരോടൊക്കെ ഞാനിത് പറഞ്ഞു. അവരെന്നെ വകവച്ചില്ല. എന്നെ ധിക്കരിച്ച് ചോദ്യത്തിന് ഉത്തരം പറയാതെ അവര് വെള്ളം എടുക്കാൻ പോയി. അതുകൊണ്ടാണ് അവരോട് കിടക്കുന്നത്. അങ്ങ് ഉത്തരം പറയുമെന്ന് ചോദിച്ചു. ഓ, ഞാൻ പറയാം. അപ്പൊ യക്ഷൻ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കും. കൊക്കായിട്ട് ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്. അതാണ് യക്ഷപ്രശ്നം. പ്രശ്നം ചോദ്യം, യക്ഷന്റെ ചോദ്യം, യക്ഷപ്രശ്നം. യക്ഷൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. യക്ഷന് സന്തോഷമായി. വെള്ളം എടുത്തോളാമോ? വെള്ളം എടുക്കാന്ന് മാത്രമല്ല, ഈ അനിയന്മാരൊക്കെ ജീവിപ്പിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും എണീപ്പിച്ചു. വെള്ളം എടുത്തു. ആ ചോദ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ ഓരോ ചോദ്യത്തിനും ഉത്തരത്തിൽ. പക്ഷെ മൊത്തത്തിൽ ഈ ഉപാഖ്യാനത്തിന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ കൊക്ക് അവിടെ നിന്ന് ചോദിച്ചപ്പോ ഈ അനിയന്മാരെ 4 പേരും ഇത് എന്ത് ഈ ചെറ്റായി ക്ഷുദ്രജീവി ഇവരെ നമ്മളോട് ചോദ്യം ചോദിക്കാനാ? ഇങ്ങനെ അവർ വിചാരിച്ചു. വകവയ്ക്കില്ല. അവര് നിസ്സാരീകരിച്ചു.
ഇതൊരു ക്ഷുദ്ര ജീവിയല്ലേ, ഇനി ചോദ്യം ചോദിക്കാൻ എന്താ അധികാരം നമ്മളോട്? യുധിഷ്ഠിരനത് തോന്നിയില്ല. യുധിഷ്ഠിരൻ ആ കൊക്കിനെ മാനിച്ചു. ചോദ്യം ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം. ഓരോ ചോദ്യത്തിനും വിശദമായിട്ട് ഉത്തരം പറഞ്ഞു. ആരെയും ചെറുതായിട്ട് കാണരുത്. പ്രത്യക്ഷത്തിൽ ചേർന്നു വന്ന പക്ഷെ വളരെ വലിയ ആളുകളായിരിക്കാം. അയാളുടെ വേഷം കണ്ടിട്ട്, അയാളുടെ ധനസ്ഥിതി കണ്ടിട്ട്, ഔപചാരിക വിദ്യാഭ്യാസം നോക്കിയിട്ട്, തൊഴിൽ നോക്കിയിട്ടൊക്കെ ആരെയും വിലയിരുത്തരുത്. ആളുടെ യഥാർത്ഥ ജ്ഞാനം ഇതിലൊന്നുമല്ലായിരിക്കും. യഥാർത്ഥമായ മാഹാത്മ്യം ഇതിലല്ലായിരിക്കും. അത് നമ്മൾ നമ്മുടെ പ്രതിഭ കൊണ്ട്, നമ്മുടെ ജ്ഞാനം കൊണ്ട്, നമ്മുടെ വിവേകം കൊണ്ട്, നമ്മുടെ അന്തർവേദനം കൊണ്ട് കണ്ടുപിടിക്കുക തന്നെ വേണം. ഇപ്പൊ രഹസ്യം എന്ന് പറഞ്ഞില്ലേ, ഓരോ പ്രതിഭ രഹസ്യം, ശാസ്ത്ര രഹസ്യം കാവ്യത്തിലുണ്ട്, എല്ലാത്തിലും രഹസ്യം ഉണ്ടാവും. അതുപോലെ ഈ ശരിയായ വ്യക്തി മാഹാത്മ്യം എന്ന ഒരു രഹസ്യമാണ്. അതാ വ്യക്തിയിൽ ലയിച്ചിരിപ്പുണ്ട്, അത് നോക്കിയാൽ കണ്ടുവന്നില്ല. ആ വ്യക്തി മഹാത്മ്യം കണ്ടുപിടിക്കണമെങ്കിൽ അതിനും സാമർഥ്യം വേണം. അല്ലാതെ ആരെയും കയറിയിട്ട് വിലയിരുത്താൻ പോകരുത്. അതാണ് ഈ അന്യന്മാർക്കൊക്കെ പിച്ചത്. നിസ്സാരനല്ലെന്ന് വിചാരിച്ചു. യുധിഷ്ഠിരൻ അങ്ങനെ വിചാരിക്കാമായിരുന്നു. യുധിഷ്ഠിരൻ അങ്ങനെ വീണ് നടക്കും, പിന്നെ അന്വേഷിച്ച് വരാൻ ആരുമില്ല, പിന്നെ കുന്തി അന്വേഷിച്ചു വരണം. ഇതിൽ കൂടിയൊക്കെ അമൂല്യമായിട്ടുള്ള ഒരുപാട് തത്വങ്ങൾ ഇങ്ങനെ മഹാഭാരതത്തിൽ ഓരോ ശ്ലോകത്തിൽ ഇങ്ങനെ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഉദ്ബോധനമുണ്ട്, രഹസ്യമുണ്ട്, ഉദാത്തമായ ഒരു തത്വജ്ഞാനം. അതാണ് മഹാഭാരതത്തെ മഹത്താക്കുന്നത്. വലിപ്പം കൊണ്ടല്ല മഹത്തായത്. മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതം ഉച്ചത് എന്ന് പറയാൻ, മഹത്വം കൊണ്ടും ഭാരവത്വം കൊണ്ടും. എന്നൊക്കെ ലക്ഷം ശ്ലോകം ഉണ്ടല്ലോ. അച്ചടിച്ച പുസ്തകത്തിന് തന്നെ വലിയ ഭാര്യ, അപ്പൊ പിന്നെ ഓലയിൽ എഴുതിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ലോറി ഉണ്ടാവും. ആ വലിപ്പമല്ല, അല്ല ആശയങ്ങളുടെ, അതിൽ പ്രതിപാദിക്കുന്ന തത്വങ്ങളുടെ വലുപ്പം, ആ തത്വങ്ങളുടെ മഹത്വം, ഇതാണ് അതിനെ മഹത്താക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ജീവിത ദർശനമായിട്ടാണ് കണ്ടത്. ജീവിത ദർശനം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിഹാസങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. പുരുഷാർത്ഥോപദേശം എന്ന് പറയും ഇതിഹാസത്തിന്റെ പ്രയോജനം പറയുമ്പോൾ. ധർമാർത്ഥ കാമമോക്ഷണ ഉപദേശസമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത എന്ന് പറയാം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അർത്ഥിക്കപ്പെടുന്നത്, എല്ലാവരും എന്താണോ ആവശ്യപ്പെടുന്നത് അത് ആവശ്യപ്പെടുന്ന സുഖത്തെയാണ്. വേറെ ഒന്നും എല്ലാവരും ആരും ഒന്നും വേറെ ആവശ്യപ്പെടുന്നത്, എല്ലാവർക്കും വേണ്ട സുഖമാണ്. സുഖാർത്ഥ സർവഭൂതാനാമത സർവാപ്രവൃത്തയ എന്ന് വ്യാസൻ പറഞ്ഞു. സുഖം ജന വിനാധർമ്മം തസ്മാ ധർമ്മം ഓരോ ഭവേത്. ധർമ്മം കൂടാതെ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ധർമ്മപരനാവണം. ഇവിടെ ഇതിലെല്ലാം ഉള്ളത് ജീവിത ദർശനമാണ്. പുരുഷാർത്ഥം സുഖമാണ്. സുഖം എങ്ങനെ കിട്ടും? ജീവിക്കേണ്ട പോലെ ജീവിച്ചാലേ സുഖം കിട്ടുള്ളൂ. അറിയേണ്ടത് അറിയുക, ചെയ്യേണ്ടത് ചെയ്യുക, ഇതാണ് സുഖത്തിന്റെ വഴി. വേറെ ഒരു വഴിക്കും സുഖം കിട്ടില്ല. അറിയേണ്ടാത്തത് അറിഞ്ഞാൽ സുഖം കിട്ടില്ല. അതുകൊണ്ട് ചെയ്യേണ്ടാത്തത് ചെയ്താൽ അതുകൊണ്ട് സുഖം കിട്ടില്ല. അപ്പൊ അറിയേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്? അറിയേണ്ടത് അറിയുമ്പോഴേ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം അറിയേണ്ടത് അറിയുക, അത് അറിയേണ്ട പോലെ അറിയുക.
അതിനെ സാക്ഷാത്കരിക്കുക, അനുഭവിക്കുക, എന്നിട്ട് അത് ജീവിക്കുക. ഇതാണ് ഭാരതത്തിന്റെ ജീവിത ദർശനം. അത് മഹാഭാരതത്തിന്റെ ജീവിതദർശനം എന്ന് പറഞ്ഞാൽ ആണ് പറഞ്ഞത്, ഭാരതത്തിന്റെ ജീവിതദർശനം തന്നെയാണത്. മഹാഭാരതത്തിന് വിശേഷമായിട്ട് ജീവിത ദർശനം ഇല്ല. ഭാരതത്തിന്റെ ജീവിത ദർശനം, ആ ജീവിതദർശനത്തിന്റെ അടിസ്ഥാനമായ ജ്ഞാനോപനിഷത്താണ്. ഉപനിഷത്തിന്റെ പ്രയോഗം കർമ്മയോഗമാണ്. ആ കർമ്മയോഗമാണ് ഭാരതത്തിന്റെ ജീവിത ദർശനം ശരിക്കും. കർമ്മയോഗം എന്നൊരു യോഗമേ ഉള്ളൂ. വേറെ പല അഭ്യാസവും ചെയ്തിട്ട് കൊക്കനെ കരിക്കാൻ പഠിച്ചാൽ എന്ത് പറ്റും? കൊക്കനെ കരിക്കാൻ പഠിച്ചാൽ വിദ്യാഭ്യാസമില്ലാത്ത കുടുംബിനിയുടെ മുമ്പില് ലഭ്യനാവേണ്ടി വരും. അതല്ല അറിയേണ്ടത്. ഇതല്ല കഴിവ്. ആധ്യാത്മികത, ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ തന്നെയല്ല. അതാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ ഈ ബ്രാഹ്മണന് ആ കുടുംബിനിയുടെ അടുത്ത് കൊണ്ടുവന്നു, ആ വ്യാധന്റെ അടുത്ത് കൊണ്ടുവന്നു. യുധിഷ്ഠിരനും അവിടെ കൂടിയിരുന്ന സകല രാജാക്കന്മാർക്കും പൗരപ്രമാണിമാർക്കും ഋത്തുക്കൾക്ക് പിന്നെ ഋഷിമാർക്കൊക്കെ എന്താണ് ശരിയായ ധർമ്മം എന്നറിയാൻ ആ കീരിയെ കാണേണ്ടി വന്നു. ചാർവാകനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ചാർവാകൻ പറഞ്ഞപ്പോ അത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ചാർവാകനെ പറ്റി അതായിരുന്നു അവരുടെ സങ്കല്പം. അപ്പൊ കേട്ടപാടി അയാൾ കൊന്നു. ചാർവാകനും പറഞ്ഞത് തന്നെയാണ്. ചാർവാകൻ അതിന്റെ ശാസ്ത്രം പറഞ്ഞു, കീരി അനുഭവം പറഞ്ഞു. അത്രയുള്ള വ്യത്യാസം. അപ്പൊ ആ കീരി എഴുതുന്നവർക്ക് പഠിക്കേണ്ടി വന്നു. ഇത് പഠിക്കാതെ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ പഠിക്കാതെ. എത്ര നേരത്തെ പഠിക്കുന്നുവോ അത്രയും നല്ലത്. എത്ര നേരത്തെ ജീവിക്കാൻ തുടങ്ങുന്നുവോ അത്രയും നല്ലത്. വൈകുന്തോറും നഷ്ടം നമുക്കാണ്. ജീവിതമാണ് നമുക്ക് നഷ്ടമായി പോണം. അതൊന്നല്ല. അപ്പൊ എല്ലാം സമ്പാദിച്ചിട്ട് ജീവിതം നഷ്ടപ്പെടുന്ന ഒരു ജീവിത സമ്പ്രദായമാണ് നിലവിലുള്ളത്. ഇത് മാറണം. ജീവിതം ജീവിച്ച് അനുഭവം നേടി ആത്മോത്ക്രാന്തി സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട മനുഷ്യനേക്കാൾ ഉയർന്ന തലത്തിലുള്ള മനുഷ്യൻ ആവാൻ എനിക്ക് സാധിക്കണം. അതാണ് മനുഷ്യന്റെ ജീവിത ആദർശാവണം. അതിന് ഈ സത്യവും ധർമ്മവും അല്ലാണ്ട് വേറെ ആരും തുണയ്ക്കില്ല. സമ്യജ്ഞാനമല്ലാതെ വേറെ ആരും തുണയ്ക്കില്ല. ഇതിനു വേണ്ടി പ്രയത്നിക്കണം എന്നതാണ് എല്ലാ ഉപാഖ്യാനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഈ ഒരു തത്വത്തിലേക്കാണ്. രണ്ട് ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഉദാഹരണമേ സാധിക്കുള്ളൂ. മഹാഭാരതം മുഴുവൻ പറയണമെങ്കിൽ എത്രയോ കാലം എടുക്കും. വ്യാസൻ 3 കൊല്ലം എടുത്തു എന്നാണ് പറയുന്നത് മഹാഭാരതം എഴുതാൻ. പറയാൻ തുടങ്ങിയാലും അതുപോലെ കാലം എടുക്കും. അപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം.